വിശദമായ വാർത്തകളിലേക്ക്. നടിമാരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് അമ്മ നേതൃത്വം. വിദേശത്തുള്ള അമ്മ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ളവർ തിരിച്ചെത്തിയാൽ ചർച്ച നടത്താമെന്ന് അമ്മ നേതൃത്വം അറിയിച്ചു. സംഘടനയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമായതിനെ തുടർന്നുണ്ടായ സമ്മർദ്ദത്തെ തുടർന്നാണ് അമ്മ നേതൃത്വം ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. അതേസമയം ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണ് സംഘടനയെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അമ്മയിൽ നിന്ന് പുറത്താക്കിയ നടൻ ദിലീപിനെ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച് 4 നടിമാർ രാജിവെച്ചതിന് പിറകെയായിരുന്നു 3 നടിമാർ അമ്മ ജനറൽ സെക്രട്ടറിക്ക് കത്തയച്ചത്. തങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രേവതി, പാർവതി, പത്മപ്രിയ എന്നിവരാണ് കത്തയച്ചത്. അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമായി കൂടിക്കാഴ്ച നടത്തണമെന്നാവശ്യപ്പെട്ട് WCCയും കത്ത് നൽകിയിരുന്നു. ഇവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമ്മ നേതൃത്വം അറിയിച്ചു. മോഹൻലാൽ മടങ്ങിയെത്തിയ ശേഷം കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നും സംഘടനാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാദ തീരുമാനത്തെ തുടർന്ന് അമ്മ നേതൃത്വത്തിനെതിരെ സംഘടനയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും വിമർശനങ്ങൾ ശക്തമായതോടെ സമ്മർദ്ദത്തിലായ അമ്മ ഭാരവാഹികൾ ചർച്ചയ്ക്ക് വഴങ്ങുകയായിരുന്നു. എന്നാൽ തന്റെ നിരപരാധിത്വം തെളിയും വരെ താൻ ഒരു സംഘടനയുടെയും ഭാഗമല്ലെന്ന് ദിലീപ് വ്യക്തമാക്കിയതോടെ വിവാദങ്ങൾ അപ്രസക്തമായെന്ന് അമ്മ നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടെ ഫെഫ്ക എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേർന്നു. ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണ് സംഘടനയെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അമ്മ ഭാരവാഹികളുമായി ആവശ്യമെങ്കിൽ ചർച്ച നടത്തുമെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രതിബദ്ധത പ്രാഥമികമായും അന്തിമമായും ഞങ്ങളുടെ ആക്രമിക്കപ്പെട്ട സഹപ്രവർത്തകയ്ക്കൊപ്പമാണ്. അതിനകത്ത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. KM ഉമേഷ്, കൊച്ചി. ദിലീപിനെ അമ്മയിൽ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അമ്മയെടുത്ത തീരുമാനങ്ങൾ ശരിയായില്ലെന്നും സംവിധായകനും നടനുമായ ലാൽ കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരുന്ന തീരുമാനം അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. എന്നാൽ വിവാദങ്ങളോട് പ്രതികരിക്കാൻ ജയസൂര്യ തയ്യാറായില്ല. ഡിവൈഎഫ്ഐ, AYF, KSU പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. അമ്മ സ്വതന്ത്ര സംഘടനയാണെന്നും അംഗങ്ങൾക്ക് അവരവരുടെ തീരുമാനങ്ങൾ സംഘടനയ്ക്കുള്ളിൽ പറയാമെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അമ്മയിലെ പ്രശ്നങ്ങൾക്ക് കാരണമായ സംഭവത്തിൽ ഇടതുപക്ഷ സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്ന പ്രവർത്തനങ്ങളാണ് അമ്മയിലെ അംഗങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. അമ്മയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അമ്മയുടെ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിനെ സംബന്ധിച്ച് പുറത്തു നിൽക്കുന്ന ഒരാൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതുമായി അതിന് ഉപോത്ബലകമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവും എൻ്റെ പാർട്ടിയും ഗവൺമെൻറ്റും ഒക്കെ തന്നെ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വളരെ കർക്കശമായിട്ടുള്ള സമീപനം എടുത്തിട്ടുണ്ട്. ആ നിലപാടിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ദിലീപിനെ പുറത്താക്കിയ സാഹചര്യത്തിൽ നിന്ന് എന്ത് മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായതെന്ന് അമ്മ വ്യക്തമാക്കണമെന്ന് PT തോമസ് MLA നിലപാടെടുത്തു. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നടപടിയിൽ നടനും സംവിധായകനുമായ ലാലും അതൃപ്തി അറിയിച്ചു. അമ്മ എടുത്ത തീരുമാനം ശരിയായില്ലെന്നും അമ്മയുടെ നടപടികൾ ധൃതി പിടിച്ചതാണെന്നും ലാൽ കുറ്റപ്പെടുത്തി. ദിലീപിനെ പുറത്താക്കിയതും ഒരു ശരിയായിട്ട് തീരുമാനമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തിരിച്ചെടുത്തതും അതേപോലെ തന്നെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ ഒരു ഒച്ചപ്പാടിന് വഴിതെളിച്ചത്. ഇതിപ്പോൾ അങ്ങനെ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നില്ല. അന്ന് എടുത്ത തീരുമാനം ഇന്നെടുത്ത തീരുമാനത്തിനകത്തും കുഴപ്പമുണ്ട്. എന്നാൽ വിവാദങ്ങളോട് പ്രതികരിക്കാൻ ജയസൂര്യ തയ്യാറായില്ല. അമ്മയുടെ തീരുമാനത്തിനെതിരെ DYFI, AIYF, KSU എന്നിവരും രംഗത്തെത്തി. അമ്മയുടെ നടപടി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും അമ്മ നിലപാട് തിരുത്താൻ തയ്യാറാകണമെന്നും DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിചാരണ ആരംഭിക്കുന്ന വേളയിൽ കേസിനെ സ്വാധീനിക്കാനുള്ള നീക്കമാണ് അമ്മയുടേതെന്ന് AIYF ആരോപിച്ചു. അതേസമയം മോഹൻലാലിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ അമ്മ സംഘടനയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മോഹൻലാലിന്റെ വീടിന്റെ ഗേറ്റിനു മുന്നിൽ റീത്തുവെച്ച് പ്രതിഷേധിച്ചു. മോഹൻലാൽ സ്ഥാനമൊഴിയണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്. ഇരയായ നടിക്കൊപ്പം നിലയുറപ്പിച്ച CPIM. ദിലീപ് പ്രതിയായ കേസ് നിലനിൽക്കെ സംഘടനയിലേക്ക് തിരിച്ചെടുത്തത് തെറ്റ്. അമ്മയിലെ ഇടതുപക്ഷ അനുഭാവികളായ ജനപ്രതിനിധികളെ ഒറ്റതിരിച്ച് ആക്ഷേപിക്കുന്നത് ദുരുദ്ദേശപരം. നടിക്കെതിരെ ആക്രമണ സംഭവത്തിൽ LDF സർക്കാർ കൈക്കൊണ്ടത് ധീരമായ നിലപാടെന്ന് ഇരിക്കെ പരോക്ഷമായി ആക്ഷേപിക്കുന്നവരുടെ നിഗൂഢ താൽപര്യങ്ങൾ ഫലവത്താകാൻ പോകുന്നില്ല. ഇരയായ നടിക്കൊപ്പം നിലയുറപ്പിച്ചും പ്രതിയായ ദിലീപിനെ അമ്മയിലേക്ക് തിരിച്ചെടുത്തതിനെ കുറ്റപ്പെടുത്തിയുമാണ് ഇന്ന് ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രംഗത്തെത്തിയത്. ദിലീപ് പ്രതിയായ കേസ് നിലനിൽക്കെ അന്നത്തെ സാഹചര്യത്തിൽ ഒരു മാറ്റവും വരാതെ ദിലീപിനെ അമ്മയിലേക്ക് തിരിച്ചെടുത്ത നടപടി തെറ്റായിപ്പോയെന്ന് സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. ഒരു സംഘം നടികൾ അമ്മയിൽ നിന്ന് രാജിവെക്കാനും പൊതുസമൂഹം അമ്മയെ രൂക്ഷമായി വിമർശിക്കാനും ഈ നടപടി മൂലം ഇടയായി. സ്ത്രീ സുരക്ഷയിൽ അങ്ങേയറ്റം ജാഗ്രത പുലർത്തേണ്ട ഒരു സംഘടന അതിന് കളങ്കം
കുറ്റം ചാർത്തിയെന്ന ആക്ഷേപത്തിന് ഇടയാവുന്നതാണ് അമ്മയുടെ തീരുമാനമെന്നും സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയും CPIM പങ്കുവച്ചു. അതോടൊപ്പം അമ്മയിലെ ഇടതുപക്ഷ അനുഭാവികളായ ജനപ്രതിനിധികളെ ഒറ്റതിരിഞ്ഞ് ആക്ഷേപിക്കുന്നത് ദുരുദ്ദേശപരമാണെന്ന് സെക്രട്ടേറിയറ്റ് ആരോപിച്ചു. നേതൃത്വത്തിലിരിക്കുന്നവരുടെ രാഷ്ട്രീയ നിറം നോക്കിയല്ല പ്രതികരിക്കേണ്ടതെന്നും നടിക്കെതിരായ ആക്രമണ സംഭവത്തിൽ നിഷ്പക്ഷവും ധീരവുമായ നിലപാടാണ് ഇടതുപക്ഷവും LDF സർക്കാരും കൈക്കൊണ്ടത്. ഈ കാര്യങ്ങൾ കേരള ജനതയ്ക്ക് നന്നായി അറിയാമെന്നിരിക്കെ ഇടതുപക്ഷത്തെ പരോക്ഷമായി ആക്ഷേപിക്കുന്നവരുടെ നിഗൂഢ താൽപര്യങ്ങൾ ഫലവത്താവാൻ പോകുന്നില്ലെന്നും CPIM വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അമ്മയുടെ നിലപാട് പുരുഷാധിപത്യപരമാണെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് കുറ്റപ്പെടുത്തി. How is it that they could pass a resolution in which they readmitted an individual who is an accused in a horrific case of crime against a colleague in the same industry? ഇരയായ നടിയെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഇടതുപക്ഷ ജനപ്രതിനിധികളായ അംഗങ്ങളെ ദിലീപ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്നതിനെ രാഷ്ട്രീയമായി നേരിടാനുമാണ് CPIM തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലയാള സിനിമാ മേഖലയെ സമ്മർദ്ദത്തിലാക്കിയ അമ്മ വിവാദം അന്താരാഷ്ട്ര തലത്തിലേക്ക് ശ്രദ്ധയാകർഷിക്കുന്നു. വിവാദം ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലടക്കം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇംഗ്ലീഷ് ദിനപത്രമായ ദ ഗാർഡിയനിലാണ് മലയാള സിനിമാ മേഖലയെ സമ്മർദ്ദത്തിലാക്കിയ അമ്മ വിവാദത്തിനെക്കുറിച്ചുള്ള വാർത്ത വന്നത്. അമ്മയിലരങ്ങേറുന്ന സംഭവവികാസങ്ങളെല്ലാം പരാമർശിച്ചാണ് ദ ഗാർഡിയനിൽ വാർത്ത. ഗോപാലകൃഷ്ണൻ പത്മനാഭൻ പിള്ള എന്ന ദിലീപാണ് സംഭവത്തിന് പിന്നിലെന്ന് വാർത്തയിൽ എടുത്തു പറയുന്നുണ്ട്. നായിക നടിയെ തട്ടിക്കൊണ്ടുപോകാനും ലൈംഗികമായി പീഡിപ്പിക്കാനും പ്രമുഖ നടൻ കൂട്ടുനിന്നതായി ആരോപണമുയർന്നിരുന്നു. ഇത് കേസായതോടെ നടനെ സിനിമാ സംഘടനയിൽ നിന്നും പുറത്താക്കിയെങ്കിലും കഴിഞ്ഞ ദിവസം ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ തിരിച്ചെടുക്കാൻ തീരുമാനമായി. ഇതാണ് വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതെന്നും വാർത്ത സൂചിപ്പിക്കുന്നു. സംഘടനയിലെ ഭൂരിപക്ഷ അംഗങ്ങളും നടനെ തിരിച്ചെടുക്കുന്നതിന് അനുകൂലമായി വോട്ട് ചെയ്തെങ്കിലും സംഘടനയിലെ ഒരു വിഭാഗം വനിതാംഗങ്ങളും പൊതുസമൂഹവും താരസംഘടനയ്ക്കെതിരെ രംഗത്തെത്തുകയായിരുന്നു എന്നുമാണ് വാർത്തയിൽ പരാമർശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. താരസംഘടനയായ അമ്മയിൽ പുരുഷ മേധാവിത്വം എന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് സംഘടനാ ഭാരവാഹികൾ പിന്മാറണമെന്നും ബൃന്ദ കാരാട്ട് ആവശ്യപ്പെട്ടു. മലപ്പുറം വണ്ടൂരിൽ EMSന്റെ ലോകം ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൃന്ദ കാരാട്ട്. താരസംഘടനയായ അമ്മയെ രൂക്ഷമായാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് വിമർശിച്ചത്. സ്ത്രീവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് താരസംഘടനയുടെ പ്രവർത്തനവും നിലപാടുകളും. ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അമ്മ ഭാരവാഹികൾ പിന്മാറണമെന്നും ബൃന്ദ കാരാട്ട് ആവശ്യപ്പെട്ടു. This resolution, which was passed by the Kerala Filmmakers Association, this Amma, how is it that they could pass a resolution in which they readmitted an individual who is an accused in a horrific case of crime against a colleague in the same industry? മലപ്പുറം വണ്ടൂരിൽ EMSന്റെ ലോകം ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൃന്ദ കാരാട്ട്. ചടങ്ങിൽ പാലോളി മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. MA ബേബി, MP രാജേഷ് MP, സുനിൽ P ഇളയിടം, മന്ത്രി KT ജലീൽ, LDF കൺവീനർ A വിജയരാഘവൻ, അബ്ദുസമദ് സമദാനി തുടങ്ങിയവർ 2 ദിവസത്തെ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. സമാപന സമ്മേളനം നാളെ വൈകിട്ട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കെവിൻ വധക്കേസിൽ നീനുവിന്റെ അമ്മ രഹനയുടെ അന്വേഷണ സംഘം മുൻപാകെ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. ചൊവ്വാഴ്ച കോട്ടയം DYSP ഓഫീസിൽ എത്താനാണ് നിർദ്ദേശം. കെവിൻ വധക്കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ രഹന സംശയത്തിന്റെ നിഴലിലാണ്. ഈ ഗൂഢാലോചനയിൽ രഹനയ്ക്ക് പങ്കുണ്ടെന്ന് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് രഹനയോട് ഹാജരാകാൻ അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനിടെ കേസിലെ 5ാം പ്രതി ചാക്കോയുടെ ജാമ്യാപേക്ഷ ഏറ്റുമാനൂർ കോടതി തള്ളി. കണ്ടെത്താൻ മെഡിക്കൽ ബോർഡിന്റെ നിർണായക സ്ഥല പരിശോധന തെന്മലയിൽ നടന്നു. പ്രമുഖ പോലീസ് സർജൻമാരുടെ സംഘമാണ് കെവിന്റെ മൃതദേഹം കണ്ടെത്തിയ ചാലിയേക്കര തോട്ടിലും പരിസരത്തും പരിശോധന നടത്തിയത്. കെവിന്റേത് മുങ്ങിമരണമാണോ അതോ മുക്കിക്കൊന്നതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണത്തിനായാണ് വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. രാസപരിശോധനാ ഫലം കൂടി പുറത്തുവന്ന സാഹചര്യത്തിൽ മരണം സംബന്ധിച്ച അവ്യക്തത നീക്കുന്നതിനായി അന്വേഷണ സംഘം മെഡിക്കൽ ബോർഡിന്റെ സഹായം തേടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിനു ശേഷമുള്ള ഡയാപ്റ്റം പരിശോധനയിൽ കെവിന്റെ ശരീരത്തിൽ നിന്നു ലഭിച്ച വെള്ളവും മൃതദേഹം കാണപ്പെട്ട ചാലിയേക്കര പുഴയിലെ വെള്ളവും ഒന്നാണെന്ന് കണ്ടെത്തിയിരുന്നു. പുഴയിൽ വീഴുമ്പോൾ കെവിന് ജീവനുണ്ടായിരുന്നു എന്നാണ് അനുമാനം. കെവിന് വെള്ളത്തിന് പകരം പ്രതികൾ മദ്യം നൽകിയിരുന്നെന്ന വാദവും രാസപരിശോധനാ
റിപ്പോർട്ട് സാധൂകരിക്കുന്നുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെയും ആരോഗ്യവകുപ്പിലെയും ഉന്നത പോലീസ് സർജൻമാരുടെ സംഘമാണ് മെഡിക്കൽ ബോർഡിലുള്ളത്. അന്വേഷണ സംഘം നൽകിയ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ ബോർഡ് പരിശോധിച്ചെങ്കിലും മരണം സംബന്ധിച്ച ദുരൂഹത നീക്കാനായില്ല. തുടർന്നാണ് കെവിന്റെ മൃതദേഹം കണ്ടെത്തിയ തെന്മല ചാലിയക്കരയിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്വിസ് ബാങ്കുകളിലെ ഇന്ത്യക്കാരുടെ നിക്ഷേപം 2017 മാത്രം 50% വർദ്ധിച്ചതായി റിപ്പോർട്ട്. 7000 കോടി രൂപയാണ് 2017 ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപം. 3 വർഷത്തെ തുടർച്ചയായ ഇടിവിന് ശേഷമാണ് നിക്ഷേപങ്ങളുടെ വൻ വർധനവ്. സ്വിസ് ദേശീയ ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം 100 ലക്ഷം കോടിയാണ് 2017 ബാങ്കുകളിലെത്തിയ മൊത്തം നിക്ഷേപം. 2016 സ്വിസ് ബാങ്കുകളിലെ ഇന്ത്യക്കാരുടെ നിക്ഷേപം 45% കുറഞ്ഞിരുന്നു. അതായത് 4500 കോടി രൂപ. 1987 മുതലാണ് യൂറോപ്യൻ യൂണിയൻ നിക്ഷേപകരുടെ കണക്കുകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത്. ഇതിനുശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിക്ഷേപമാണ് 2016 അതേസമയം സ്വിസ് ദേശീയ ബാങ്കിന്റെ രേഖകൾ പ്രകാരം 2017 ഇന്ത്യക്കാരുടെ നേരിട്ടുള്ള നിക്ഷേപം 6891 കോടിയായും സാമ്പത്തിക ഇടനിലക്കാർ വഴിയുള്ള നിക്ഷേപം 112 കോടിയായും വർദ്ധിച്ചു. സ്വിസ് ബാങ്കുകളിലുള്ള ഇന്ത്യക്കാരുടെ നിക്ഷേപത്തിൽ 3200 കോടി രൂപ കസ്റ്റമർ നിക്ഷേപവും 1050 കോടി രൂപ ബാങ്കുകളിലുമായിട്ടാണ്. സ്വിസ് ബാങ്കുകളിൽ ഇന്ത്യക്കാരുടെ നിക്ഷേപം യഥാക്രമം 2011 12%, 2013 43%, 2017 50%. വിദേശ ബാങ്കുകളിലെ കള്ളപ്പണം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിക്ഷേപങ്ങൾ വർദ്ധിച്ചതായാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. നോട്ട് നിരോധനത്തിനും കള്ളപ്പണക്കാരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നാണ് പുറത്തുവരുന്ന രേഖകൾ കൊണ്ട് മനസ്സിലാക്കാവുന്നത്. നേരത്തെ ഇന്ത്യയും സ്വിറ്റ്സർലാൻഡുമായി ഉണ്ടാക്കിയ കരാറുകൾ പ്രകാരം സംശയം തോന്നുന്ന വിദേശ നിക്ഷേപകരുടെ വിവരങ്ങൾ കൈമാറാമെന്നുള്ള കരാറുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. നെൽവയൽ നീർത്തട സംരക്ഷണ ഭേദഗതി നിയമത്തിൽ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും നൽകിയ ഉറപ്പ് വിശ്വാസത്തിലെടുക്കണമെന്ന് VS അച്യുതാനന്ദൻ. ഉദ്യോഗസ്ഥ തലത്തിൽ നിയമത്തിന്റെ അന്തസത്ത ചോർത്തിക്കളയാനുള്ള സാധ്യതകൾ ഭേദഗതിയിലുണ്ട് എന്ന ആശങ്ക ഗൌരവത്തിലെടുക്കണം. ഇക്കാര്യത്തിൽ സർക്കാർ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും VS പറഞ്ഞു. കേരള ചരിത്രത്തിലെ നിർണായകമായ നിയമമായിരുന്നുവെന്ന് VS അച്യുതാനന്ദൻ പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിന് എയിംസ് നൽകാമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉറപ്പു നൽകിയെന്ന് മന്ത്രി KK ശൈലജ. സ്ഥലത്തിന്റെ കാര്യത്തിൽ പ്രതിസന്ധിയില്ലെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഇതിനായി 200 ഏക്കർ സ്ഥലം കോഴിക്കോട് തയ്യാറാണെന്നും ശൈലജ ടീച്ചർ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ അറിയിച്ചു. അതിനിടെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം നൽകിയ സഹായത്തിന് സംസ്ഥാന സർക്കാർ നന്ദി അറിയിച്ചു. ഘട്ടം ഘട്ടമായാണ് സംസ്ഥാനങ്ങൾക്ക് എയിംസ് അനുവദിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അടുത്ത ഘട്ടത്തിൽ കേരളത്തെ പരിഗണിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉറപ്പു നൽകിയെന്ന് മന്ത്രി ശൈലജ ടീച്ചർ വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഫേസ് ബൈ ഫേസ് ആയിട്ട് തരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് പറയാമോ വെളിയിലും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉറപ്പായിട്ടും അടുത്ത ഫേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ഫേസായിട്ട് എടുക്കുകയാണ്. ഞങ്ങളുടെ കാലത്ത് തന്നെ, ഈ ഗവൺമെന്റിന്റെ കാലത്ത് എയിംസ് അനുവദിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ സ്ഥലം ലഭിക്കാത്ത പ്രശ്നമില്ല. കോഴിക്കോട് കിനാലൂരിൽ ഇതിനായി 200 ഏക്കർ ഭൂമി തയ്യാറാണെന്നും ശൈലജ ടീച്ചർ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് 200 ഏക്കേഴ്സ് ലാൻഡ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം നൽകിയ പിന്തുണയ്ക്ക് മന്ത്രി കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയുടെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെയും നേതൃത്വത്തിൽ നിപ പ്രതിരോധ മരുന്നിനായി ഗവേഷണം നടത്തുന്നുണ്ട്. ഗവേഷണത്തിൽ കേരളത്തെ ഭാഗമാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. സയന്റിസ്റ്റിനെ അടക്കം ക്ഷണിച്ചുകൊണ്ട് ഇവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുമെന്ന് ബഹുമാനപ്പെട്ട നഡ്ഡാജി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ പ്രതിനിധികളെയും കൂടി കേരളത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് ഞാൻ പറയുകയുണ്ടായി. പ്രോജക്ട് റിപ്പോർട്ട് നൽകിയാൽ കോഴിക്കോട് വൈറോളജി ലാബിന് അനുമതി നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും സംസ്ഥാന സർക്കാരിന്റെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും സർക്കാരിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഓർത്തഡോക്സ് സഭയിലെ ലൈംഗിക വിവാദം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഇത് സംബന്ധിച്ച് DGP ക്രൈംബ്രാഞ്ചിന് ഉത്തരവ് നൽകി. കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന VSന്റെ പരാതിയിന്മേലാണ് നടപടി. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി ഓർത്തഡോക്സ് സഭയും വ്യക്തമാക്കി. അതേസമയം സംഭവത്തിൽ വനിതാ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് കമ്മീഷൻ അംഗം ഷഹിദ കമാൽ പറഞ്ഞു. ഓർത്തഡോക്സ് സഭയിലെ 5 വൈദികർ ചേർന്ന് യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ നൽകിയ പരാതിയാണ് DGP ലോക്നാഥ് ബെഹ്റ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. VSന്റെ പരാതിയിൽ പ്രാഥമിക പരിശോധന നടത്തി തീരുമാനമെടുക്കാനാണ് പോലീസ് മേധാവി നൽകിയ നിർദ്ദേശം. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശിയായ വ്യക്തിയാണ് തന്റെ ഭാര്യയെ ഓർത്തഡോക്സ് സഭയിലെ 5 വൈദികർ കുമ്പസാര രഹസ്യം ചൂഷണം ചെയ്ത് പീഡിപ്പിച്ചു എന്ന് പരാതിപ്പെട്ടത്. മറ്റൊരു വ്യക്തിയുമായി നടത്തിയ സ്വകാര്യ സംഭാഷണമാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത്. ഇതേ തുടർന്ന്
5 വൈദികരെ ഓർത്തഡോക്സ് സഭ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ്. ആരോപണ വിധേയർ ഉൾപ്പെട്ട സഭ തന്നെ ക്രിമിനൽ പരാതി അന്വേഷിക്കുന്നതിൽ അപാകതയുണ്ടെന്നും കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുമാണ് VSന്റെ പരാതിയിൽ പറയുന്നത്. VSന്റെ പരാതിയിന്മേൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ട്രോളിംഗ് കാലത്ത് സമ്പൂർണ്ണ മത്സ്യബന്ധന നിരോധനം നടപ്പാക്കണമെന്ന് ഹൈക്കോടതി. എല്ലാത്തരം ബോട്ടുകളും നിരോധന പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും മത്സ്യബന്ധന നിരോധന നിയമം കർശനമായി നടപ്പാക്കണമെന്നും ഉത്തരവ്. സംസ്ഥാന സർക്കാർ ഇതിനായി നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. കൊല്ലത്തെ ബോട്ടുടമകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. 9 കുതിരശക്തിക്ക് മുകളിലുള്ള ബോട്ടുകൾക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും നിരോധനം ബാധകമാക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള 48 മാസക്കാലത്തിനിടയിൽ മോദി സന്ദർശിച്ചത് 52 വിദേശ രാജ്യങ്ങൾ. ഖജനാവിന് നഷ്ടമായത് 355 കോടി രൂപയെന്നും വിവരാവകാശ രേഖ. 165 ദിവസം മോദി വിദേശത്തായിരുന്നുവെന്നും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. മോദിയുടെ വിദേശയാത്രകൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നതായുള്ള ആരോപണത്തെ ശരിവയ്ക്കുന്ന നിലയിലുള്ള വിവരങ്ങളും കണക്കുകളുമാണ് പുറത്തുവരുന്നത്. പ്രധാനമന്ത്രിയായി മോദി ചുമതലയേറ്റ ശേഷം വിദേശയാത്രകൾക്കു മാത്രം ചെലവാക്കിയത് 355 കോടി രൂപയാണ്. വിവരാവകാശ രേഖയിലൂടെയാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തായിരിക്കുന്നത്. പ്രധാനമന്ത്രിയായി മോദി 48 മാസം പിന്നിടുമ്പോൾ 50-ലധികം രാജ്യങ്ങളിലേക്കായി 41 വിദേശയാത്രകളാണ് നടത്തിയത്. വിദേശത്ത് ആകെ ചെലവഴിച്ചത് 165 ദിവസവും. ഫ്രാൻസ്, ജർമ്മനി, കാനഡ രാജ്യങ്ങളിലേക്ക് നടത്തിയ 9 ദിവസത്തെ യാത്രയിലാണ് മോദി ഏറ്റവുമധികം തുക ചെലവാക്കിയിരിക്കുന്നത്. 2015 ഏപ്രിൽ 9 മുതൽ 15 വരെയായിരുന്നു ഈ യാത്ര. ചെലവാക്കിയത് 31.25 കോടി രൂപ. ബംഗളൂരുവിലെ വിവരാവകാശ പ്രവർത്തകനായ ഭീമപ്പ ഗദാദിന് ലഭിച്ച വിവരാവകാശ രേഖയിലാണ് ധൂർത്തിന്റെ കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിൽ അദ്ദേഹത്തിന്റെ വിദേശയാത്രകളിൽ അവസാനം നടത്തിയ 12 യാത്രകളുടെ ചെലവ് സംബന്ധിച്ച കണക്കുകൾ ലഭ്യവുമല്ല. ചെലവേറിയ ഈ വിദേശയാത്രകൾ കൊണ്ട് രാജ്യത്തിന് എന്തു ഗുണമാണ് ലഭിച്ചതെന്ന് കേന്ദ്രം ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. എരുമേലി മുക്കൂട്ടുതറ സ്വദേശിനിയായ ജസ്നയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ട് 100 ദിവസമാകുമ്പോൾ പോലീസ് അന്വേഷണം വീണ്ടും സജീവമാകുന്നു. കഴിഞ്ഞ മാർച്ച് 22-നാണ് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നയെ കാണാതാകുന്നത്. തിരുവനന്തപുരം റേഞ്ച് IG മനോജ് എബ്രാഹിമിനാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം. 100 ദിവസമായിരിക്കുന്നു ജസ്ന എന്ന ബിരുദ വിദ്യാർത്ഥിനിയുടെ തിരോധാനത്തിന്. കഴിഞ്ഞ മാർച്ച് 22-നായിരുന്നു ബന്ധുവീട്ടിലേക്കെന്ന് പറഞ്ഞ ജസ്ന വീട് വിട്ടുപോയത്. എന്നാൽ ജസ്ന ബന്ധുവീട്ടിലെത്തിയില്ല. പക്ഷേ ജസ്നയെ കാണാതായി എന്ന വിവരം പോലീസിൽ അറിയിക്കാൻ കുടുംബം വൈകിയാണെങ്കിലും ജസ്നയുടെ തിരോധാനം പോലീസ് ശക്തമായി തന്നെ അന്വേഷിച്ചു തുടങ്ങി. മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി ജസ്ന. പോലീസ് അന്വേഷണ സംഘം വിപുലീകരിച്ചു. ജസ്നയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 5 ലക്ഷം പാരിതോഷികം പ്രഖ്യാപിച്ചു സർക്കാർ. അന്വേഷണം അന്യസംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ജസ്ന ഇപ്പോഴും എവിടെയാണെന്നോ എന്ത് സംഭവിച്ചെന്നോ പോലീസിന് കൃത്യമായ ഒരു വിവരവുമില്ല. പല സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഫോൺ കോളുകളും മറ്റ് വിവരങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പ്രധാനമായും മുന്നോട്ടു പോകുന്നത്. കേരളത്തിനകത്തും കർണാടക, തമിഴ്നാട്, ഗോവ, പൂനെ എന്നിവിടങ്ങളിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ജസ്നയുടെ ബന്ധുക്കളെയും ആൺസുഹൃത്തിനെയും ചുറ്റിപ്പറ്റിയും അന്വേഷണം പുരോഗമിക്കുന്നു. നിലവിൽ 10 ടീമായാണ് പോലീസ് സംഘം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരം റേഞ്ച് IG മനോജ് എബ്രഹാമിനാണ് അന്വേഷണ മേൽനോട്ടം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പ്രമുഖ കിച്ചൺ അപ്ലയൻസസ് നിർമ്മാതാക്കളായ പ്രീതി ഓണത്തോടനുബന്ധിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ CEO ശ്രീനിവാസൻ സുബ്രഹ്മണ്യനാണ് പുതുതര ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിയത്. എന്നും പൊന്നോണം ഓഫർ മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ശ്വേതാ സാഗർ ജി അവതരിപ്പിച്ചു. ഗ്ലാസിനും ബർണറിനും ആജീവനാന്ത വാറന്റിയുള്ള കുക്ക് ടോപ്പുകളും ഗ്യാസ് സ്റ്റൌകളുമാണ് പ്രീതി പുതിയതായി വിപണിയിൽ എത്തിച്ചത്. സെന്റ് ഗോപൻ ഗ്ലാസുമായി ചേർന്നാണ് വാലന്റിനോ എന്ന ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൌകൾ വിപണിയിൽ എത്തിക്കുന്നത്.